പാകിസ്ഥാനെ സംബന്ധിച്ചും അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അക്ഷയ PM ഉണ്ട് വിശദാംശങ്ങളുമായി. അക്ഷയ, ഓപ്പറേഷൻ സിന്ദൂർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. എത്രയൊക്കെ കിട്ടിയാലും പഠിക്കാത്ത രീതിയിൽ പാകിസ്ഥാന് മുന്നോട്ട് പോകുന്നു. സാഹചര്യം എങ്ങനെയാണ്? അനിത, അത് തന്നെയാണ്. പാകിസ്ഥാൻ ഇതുവരെയും പാഠം പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ത്യയുടെ കനത്ത പ്രത്യാക്രമണം ഉണ്ടായിട്ടും പാക് ഡ്രോണുകൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തിന് മുന്നിലും ഇപ്പോഴും പാക് പ്രകോപനം തുടരുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ ഭാഗങ്ങളിലായി പ്രത്യാക്രമണം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ജമ്മു കശ്മീരിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് വേണമെങ്കിൽ പറയാം. അശാന്തമായി നിൽക്കുന്ന സംസ്ഥാനമാണ് നമുക്കിപ്പോൾ കാണാനും സാധിക്കുന്നത്. ഡ്രോണും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യം തകർക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 50ഓളം ഡ്രോണുകൾ സേന വെടിവെച്ചിട്ടതായിട്ടാണുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പ്രദേശത്ത് സൈറണുകൾ മുഴങ്ങിയിരുന്നതായും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഇത് അതേസമയം ഈ പാക് ഡ്രോണുകൾ നിർവീര്യമാക്കി ഇന്ത്യൻ സൈന്യത്തിന്റെ കണക്കുകൾ നോക്കുകയാണ്. 50 പാക് ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഉധംപൂർ, സാംബ, ജമ്മു, അഗ്നൂർ, നഗ്രേട്ട, പത്താൻകോട്ട് എന്നിവിടങ്ങളിലാണ് ഇന്ത്യൻ ആർമി വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ 50ലധികം ഡ്രോണുകൾ തകർത്തത്. Air-17 തോക്കുകൾ, അതുപോലെ തന്നെ വലിയ വലിയ ശിൽക്ക സംവിധാനം എന്നിവ ഉപയോഗിച്ചാണ് ഈ ഡ്രോണുകൾ തകർത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്തു വരുന്നത്. അതേസമയം നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം പത്താൻകോട്ടിലും ബാരാമുള്ളയിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഉറിയിലും വീണ്ടും ഷെല്ലാക്രമണം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പുതിയൊരു വിവരം കൂടെ വരുന്നുണ്ട്. അതായത് ജമ്മു കാശ്മീരിലെ ഉറിയിലാണ് വീണ്ടും പാക് സൈന്യത്തിന്റെ ഷെല്ലാക്രമണം നടക്കുന്നത്. ഒരു കാറ് പാടെ തകർത്തിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കാരണം പ്രദേശത്ത് നിന്നും ബുള്ളറ്റുകളും ഷെല്ലുകളും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെയുള്ള ആശുപത്രികളിലൊക്കെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉറിയിൽ വീണ്ടും ഷെല്ലാക്രമണം ഉണ്ടായത് എന്ന് തന്നെയാണ് ശ്രദ്ധേയം. ഉറിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. എന്നാൽ നമുക്കത് സ്ഥിരീകരിക്കാനായിട്ടില്ല. നോർത്ത് കശ്മീരിലെ ബാരാമുള്ള ജില്ലയിലുള്ള ഉറി മേഖലയിൽ നടത്തിയ ഷെല്ലിങ്ങിലാണ് ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിലേക്ക് ഇന്ന് പോകുന്നുണ്ട്. പാകിസ്ഥാന്റെ ആക്രമണത്തിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തും. അതിനുശേഷം ഇന്ന് 10 മണിക്ക് നിർണായക യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ജനങ്ങളോടൊക്കെ വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഭരണകൂടം നൽകിയിട്ടുണ്ട്. മുൻകരുതൽ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വീടിനകത്തു നിന്നും പുറത്തിറങ്ങരുത്, ജനലുകളുടെ അടുത്തു നിന്നും മാറി നിൽക്കണം തുടങ്ങിയ വലിയ വലിയ നിർദ്ദേശങ്ങൾ തന്നെയാണ് ജനങ്ങൾക്കും നൽകിയിരിക്കുന്നത്. അതിനിടയിൽ തന്നെ നമുക്കറിയാം പാകിസ്ഥാന്റെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ വലിയ ഈ ജമ്മുവിൽ വീണ്ടും അപായ സൈറൻ മുഴങ്ങുന്ന ഒരു കാര്യം കൂടെ നമുക്ക് കാണുന്നുണ്ട്. അതിനിടെ തന്നെ ഈ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടത്തിന് ശേഷം സമയം ചിന്തയ്ക്ക് നേരെ തുടർച്ചയായ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സേന നൽകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇതിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെയാണ് നമുക്ക് കാണുന്നത്. കാരണം തുടർച്ചയായ ഒരു ആക്രമണം, ഇന്ത്യക്കെതിരെയുള്ള ഒരു ആക്രമണം ലോകരാജ്യങ്ങളൊക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പാകിസ്ഥാന് ഇതൊരു വലിയൊരു പ്രതിസന്ധി, സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയായിരുന്നു ആദ്യം തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് പാകിസ്ഥാൻ അകപ്പെട്ടത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയതിന് പിന്നാലെ രാജ്യത്തെ അസ്ഥിരത രാഷ്ട്രീയ കാലാവസ്ഥ മുതലെടുത്ത് വലിയൊരു ആക്രമണം തന്നെയാണ് അവിടെ ബലൂചിസ്ഥാൻ വിഘടനവാദികൾ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതി ഉള്ളത്. ആ ഒരു അന്തരീക്ഷം അവിടുത്തെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു കാർമേഘമായി മൂടപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വലിയ തരത്തിലുള്ള സർക്കാരിന് വലിയൊരു തലവേദന തന്നെയാണ് ഇപ്പോൾ രാജ്യത്തിനകത്തും പാകിസ്ഥാൻ രാജ്യത്തിനകത്തും ശക്തമായി ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ രാഷ്ട്രീയ പ്രതിസന്ധി അത് എത്രത്തോളം ഇന്നത്തെ ഒരു യുദ്ധാന്തരീക്ഷത്തെ അതെങ്ങനെയായിരിക്കും മാറ്റുക എന്ന് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്.
ഇപ്പോൾ പാകിസ്ഥാനിൽ സൈനിക മേധാവി അസിം മുനീറിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പകരം പുതിയ സൈനിക മേധാവി സ്ഥാനത്തേക്ക് ജനറൽ ഷംസാദ് മിർസിയെ സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കലാപം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കുന്നു. അതിനുള്ള തെളിവുകളൊക്കെയാണ് പുറത്തു വരുന്നത്. സൈനിക മേധാവിയെ സൈനിക മേധാവി ജനറൽ കസ്റ്റഡിയിലായിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഒരു തിരിച്ചടികൾ, അതിൽ പാകിസ്ഥാൻ ഏത് തരത്തിൽ ഇനി ഇതിനെ നോക്കിക്കാണും, അല്ലെങ്കിൽ ഇനിയും പ്രകോപനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആ രാജ്യത്ത് നിന്ന് തന്നെയുള്ള ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നും പാകിസ്ഥാൻ പിന്തിരിയുമോ എന്നുള്ളതാണ് ഇനി വരും സമയങ്ങൾ നമുക്ക് അറിയേണ്ടത്.